ഹലോ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഇതുവരെയുള്ള നമ്മളുടെ എല്ലാ യോഗ വീഡിയോസും നിങ്ങൾ കണ്ടു കാണും. ഒത്തിരി സന്തോഷം, സ്നേഹം. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത കാര്യങ്ങളിലെ ആ ഒരു റിസൾട്ട് എന്നോളം നമുക്ക് എത്രമാത്രം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, അത് നമ്മൾ സ്വയം വിലയിരുത്തുവാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ആദ്യം ഒരു വി ഷേപ്പിൽ നിന്നിട്ട് കാൽമുട്ട് സ്ട്രെയിറ്റ് ആണ്, കാൽപാദം ഫുൾ, കൈ ഫുൾ അമർത്തി വെച്ചിട്ട് കാലിലേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ കാൽമുട്ടുകളും ഹിപ്പും കൈകളൊക്കെ എത്രമാത്രം സ്ട്രോങ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. നമ്മൾ കൂടുതൽ നല്ലൊരു വി ഷേപ്പിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അടുത്തായിട്ട് നമ്മളൊരു ടേബിൾ ടോപ്പിൽ നിൽക്കുവാണ്. തല ഉയർത്തി റൂഫിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. കാൽമുട്ടിലേക്ക് നോക്കി നമ്മൾ ബാക്ക് ബോൺ ഒന്നുകൂടി സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പുറം ഭാഗം നന്നായിട്ട് നമുക്ക് ഫ്ലെക്സിബിളാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളിനി മെല്ലെ നമ്മുടെ ബോഡി ഷേപ്പ് നിലനിർത്താൻ പറ്റുന്ന നല്ലൊരു എക്സർസൈസാണ്, നല്ലൊരു പോസ്റ്ററാണ് പ്ലാങ്ക് പോസ്. അപ്പോൾ കൈ രണ്ടും ഇങ്ങനെ രണ്ടും കൈ ഷോൾഡറിന് നേരെ താഴ്ത്തി വെച്ചു. കൈകൾ ലോക്ക് ചെയ്ത് പിടിക്കാം, അല്ലാതെ പിടിക്കാം. നമ്മൾ കാലുകൾ നീട്ടി വെച്ച് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വയറക്കുള്ളിലേക്ക് വലിച്ചു പിടിച്ച് നിൽക്കുവാണ്. കുറച്ച് സമയം നിൽക്കുമ്പോഴേ നമ്മൾ ബോഡി ഇങ്ങനെ ഒരു വൈബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത്ര സമയം നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. ഒരു 1.5 മിനിറ്റ് വരെയൊക്കെ മാക്സിമം നിൽക്കുക. അപ്പോൾ നമ്മുടെ ഷേപ്പ് നിലനിർത്തുവാനും ബോഡി ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പോസ്റ്ററാണ്. ദെൻ വീണ്ടും നമ്മൾ അതുപോലെ നേരെ തിരിഞ്ഞ് മുകളിലേക്ക് നോക്കി കൈയുടെ സപ്പോർട്ടിലും കാലിൻ്റെ ഹീലുകളുടെ ഉപ്പൂറ്റികളുടെ സപ്പോർട്ടിലും എല്ലാം നമ്മൾ മുകളിലേക്ക് നോക്കി ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു. ഇത് കുറച്ചുകൂടെ നമ്മൾ ട്രെയിൻഡ് ആകണം. നമ്മൾ ഹിപ്പ് ഉയർത്തി നമ്മൾ ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കൈയൊക്കെ സ്ട്രോങ് ആക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിന്ന് വാരിയർ പോസ് 1 ആണ്. നമ്മൾ കാൽമുട്ട് മടക്കി, ഒരു കാൽമുട്ട് 90 ഡിഗ്രി, 2 കാൽ നേരെ മുകളിലേക്ക് ഉയർത്തി ആ ഒരു കാൽമുട്ടിൻ്റെ സൈഡിലേക്ക് നോക്കി നമ്മൾ നേരെ നിൽക്കുന്നു. ദെൻ വീണ്ടും കൈ ഫ്രീ ആക്കി നമ്മൾ വീണ്ടും കൈ രണ്ടും ഷോൾഡർ ലെവൽ. ഇതെല്ലാം ചെയ്ത് നമ്മുടെ കാലുകൾ എത്രമാത്രം സ്ട്രോങ് ആണ്, ഹിപ്പ് എത്രമാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഉള്ള ആ ഒരു ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്ററാണ്. കൈ സ്ട്രെച്ച് ചെയ്തു, അവിടെ നിൽക്കുക. അവിടെ നിന്നുകൊണ്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബ്രീത്ത് ബ്രീത്ത് ബ്രീത്ത്. നന്നായിട്ട് നോർമൽ ബ്രീത്തിലേക്ക് വരുന്നു. നമ്മൾ സൈഡ് ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മെല്ലെ തിരിഞ്ഞു. കൈ രണ്ട് മുകളിലേക്ക് ഉയർത്തി നേരെ നോക്കി. മാക്സിമം നമ്മൾ ഹിപ്പ് താഴേക്ക് പ്രസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കാൽമുട്ട് സ്ട്രെയിറ്റ് ആണ്. അവിടെ നിന്നുകൊണ്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കാം. ദെൻ വീണ്ടും റിലീസ് ചെയ്ത് നമ്മൾ വീണ്ടും കൈ രണ്ടും ഷോൾഡർ ലെവലിലാക്കി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തപോലെ വാരിയർ 2 അവിടെ നിൽക്കുക. എത്ര സമയം നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ നിന്ന് തുടങ്ങുമ്പോൾ മനസ്സിലാകും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വിറവലും ഒക്കെ ഫീൽ ചെയ്യും. അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സെറ്റ് ആകാറുണ്ട്. അങ്ങനെ ഡെയിലി നമ്മൾ യോഗ, ബ്രീത്തിങ്, പ്രാണായാമവും സൂര്യ നമസ്കാരം ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളിനി കുറച്ചുകൂടെ നമ്മൾ ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തുന്നു. കൈ മെല്ലെ മുട്ടുമടക്കി വലത് കാൽമുട്ടിന് മുകളിൽ വെച്ചു. ഇടത് കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നേരെ നോക്കി നിൽക്കുവാണ്. അവിടെ നിന്ന് മെല്ലെ നമ്മൾ 2 കൈകളും കാലിൻ്റെ ഇരുവശങ്ങളിലും മെല്ലെ വെച്ചു. ദെൻ വീണ്ടും വലത് കാലിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന കൈ അവിടെ തന്നെ വെച്ച് നേരെ ഇടത് കൈ മെല്ലെ ഉയർത്തി കൈയിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. ദെൻ വീണ്ടും നമ്മൾ ഇടത് കാൽമുട്ട് നീട്ടി വെച്ച കാൽമുട്ട് മടക്കി സാവധാനം കൈ നേരെ ബാക്കിലേക്ക് കൊണ്ടൊരു കാലിനെ മടക്കി ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. കാലിനെ ചുറ്റിപ്പിടിച്ച് നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ മുട്ട് സ്ട്രോങ് ആണ്. ഹിപ്പ്, തൈ മസിൽസ് എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റും. എത്ര ടൈമിൽ നിൽക്കാൻ പറ്റും സെയിം. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അസസ് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യുന്നു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞും ഇതുപോലൊക്കെ ചെയ്യുവാണ്. കാരണം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കും. നമ്മൾക്ക് ഇനി എത്രമാത്രം മെച്ചപ്പെടാനുണ്ടെന്നും നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഡെയിലി നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്ന നമ്മളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് തുടർച്ചയായിട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഡെയിലി ചെയ്യുക. യോഗ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റുക. നമ്മൾ ഷീനസിൻ്റെ പുതിയ ബാച്ച് ജൂൺ 5 തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരെയും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. കാരണം ലൈഫ് ഒറ്റ പ്രാവശ്യമുള്ളൂ, ഒറ്റ ടേക്കേ ഉള്ളൂ. അതിൽ നമുക്ക് തിരുത്തലുകളൊന്നും നമുക്ക് ഉടനെ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുള്ളാക്കി മാറ്റിയെടുക്കാൻ